ഇന്ന് നമ്മൾ ജസ്റ്റ് 2-3 കാര്യങ്ങളെ കവർ ചെയ്യുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഈ ഫീൽഡ് അറേ ഇൻപുട്ട് ഫീൽഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ അറേ ഫീൽഡിനകത്ത് ഫോൺ നമ്പേഴ്സ് ഞാനിവിടെ ഫോൺ നമ്പേഴ്സ് ഹൈഫൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡോട്ട് ആയിട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സബ്മിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് നമ്മൾ ഇവിടെ ഈ സബ്മിറ്റിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോമിന്റെ സബ്മിറ്റ് ബട്ടൺ ഡിസേബിൾ ആയിരിക്കണം. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നിടം വരെ ഡിസേബിൾ ആകാൻ വേണ്ടിയിട്ട് ഫോമിക് ഡോട്ട് ഈ സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആൻഡ് വിൽ ഗോ ബാക്ക് ടു ഓൺ സബ്മിറ്റ് പോയിട്ട് സെറ്റ് ടൈം ഔട്ട് എടുത്തിട്ട് അതിനകത്ത് ഓൺ സബ്മിറ്റ് പ്രോപ്പ് ഡോട്ട് റീസെറ്റ് ഫോം ഓഫ് 5000 എന്ന് പറഞ്ഞു കൊടുക്കും. ഈ റീസെറ്റ് ഫോം ഓഫ് 5000 കൊടുത്തതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഫോം സബ്മിറ്റ് ആയി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് നമ്മൾ സെറ്റ് സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഈ സെറ്റ് സബ്മിറ്റിംഗ് എന്ന് പറയുന്നത് ഫോൾസ് ആക്കി കൊടുക്കും. അതായത് ഫോം ഇസ് സബ്മിറ്റഡ്, ഓൾ ദ പ്രോസസ് ഇസ് കംപ്ലീറ്റഡ് എന്ന് നമ്മൾ ഈ റിയാക്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ തവണയും എനിക്ക് ഡേറ്റ എഴുതാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇനിഷ്യലിനകത്ത് കുറച്ച് വാല്യൂസ് എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 000 അങ്ങനെ കുറച്ച് വാല്യൂസ് എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യട്ടെ. ഞാനിവിടെ കുറച്ച് വാല്യൂസ് മാറ്റി കൊടുത്തു. ഇപ്പോൾ സബ്മിറ്റ് ഇനേബിൾ ആയി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോമിക് സബ്മിറ്റ് 0 ആയിട്ടുണ്ട്. സബ്മിറ്റ് ഡിസേബിൾഡ് ആണ്. കാരണം ഇത് അതുപോലെ തന്നെ റീസെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് ബാക്ക് ടു 0 ആയി. ഒരു തവണ കൂടെ കാണിക്കാം. 9890 സബ്മിറ്റും ആ ഫോമിക്കിന്റെ ഈ വാല്യൂ നോട്ട് ചെയ്താണ്. സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ എടുക്കുമ്പം ഇത് സബ്മിറ്റ് പ്രോസസ് ഇൻ പ്രോഗ്രസ് ആണ്. കാരണം നമ്മൾ സെറ്റ് ചെയ്ത സെറ്റ് ടൈം ഔട്ടിൽ 5 ഇപ്പോഴാണ് ലാപ്സ് ആയത്. അപ്പോൾ ഫോമിക്ക് ഫോൾസ് ആയി സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ ഈ സബ്മിറ്റിംഗ് എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയം അത്രയും നമ്മുടെ സബ്മിറ്റ് ബട്ടൺ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും.